ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൈവിൽ നോക്കിയിട്ട് ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് നോയ് തീയോട് ഇങ്ങനെ പറയുന്നത് വരെയാണ്, ഞാൻ എന്തായാലും മാക്സിമം എഫർട്ട് എടുത്തിട്ട് നിൻ്റെ ഇതേ കോളേജിൽ തന്നെ അഡ്മിഷൻ വാങ്ങുമെന്ന്. അതിനുശേഷം അവൻ പറയണ്, എനിക്ക് അഡ്മിഷൻ കിട്ടിയ ഉടനെ തന്നെ ഞാൻ അമ്മയോട് ചോദിക്കും നിൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കട്ടെ എന്ന്. അമ്മ സമ്മതിക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കും, പക്ഷേ റെൻറ്റ് ഞാൻ എന്തായാലും അടയ്ക്കാം, അതിന് പകരമായിട്ട് നീ വാട്ടർ ബില്ല് അടയ്ക്കണം. അങ്ങനെ ഓരോ ബില്ലിൻ്റെ കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട്. നോയ് പറയുന്നതൊക്കെ കേട്ടിട്ട് തീ ചിരിക്കുന്നുണ്ട് ആദ്യം, പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം അവൻ്റെ മുഖത്ത് ചിരിയൊക്കെ മാഞ്ഞു പോകുന്നുണ്ട്. അവനൊന്നും മിണ്ടാതെ എന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ പറയുന്നു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, ഞാൻ എന്തായാലും അത് നെഗറ്റീവായിട്ടൊന്നും എടുക്കില്ലെന്ന്. അങ്ങനെ തീ പറയണേ എന്ത് കാര്യമാണെന്ന്. എൻ്റെ പേരൻസ് എൻ്റെ തുടർ പഠനത്തിനായിട്ട് എന്നെ ചിന്മയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നീ പറഞ്ഞതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ലെന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം തീ കരുതുന്നത് നോയ് അത് മറ്റൊരു രീതിയിൽ എടുക്കുമെന്നാണ്. പക്ഷെ അവൻ വിചാരിച്ചതുപോലെയൊന്നും അല്ല. നോയ് പറയും, അത് സാരമില്ല, എന്തായാലും നീ പൊയ്ക്കോ, പിന്നെ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ പിന്നാലെ തന്നെ വരുമെന്നും അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ എന്തായാലും നിനക്ക് തന്ന പ്രോമിസ് എപ്പോഴും പാലിക്കുമെന്നും. അവനൊരു ദിവസം ടെമ്പിളിൽ പോയ സമയത്ത് അവനൊരു പ്രോമിസ് കൊടുത്തില്ലായിരുന്നോ, ആ പ്രോമിസിനെ പറ്റിയാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം അവൻ പറയാണ്, അല്ലെങ്കിൽ തന്നെ ചിന്മയിലേക്ക് പോകാനായിട്ട് അധിക ദൂരമൊന്നും ഇല്ലല്ലോ, കൂടിപ്പോയ 10 മണിക്കൂറുള്ള യാത്ര അത്രയല്ലേ ഉള്ളെന്ന്. അതുപോലെ പിന്നെ നീ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നതെന്ന് പറയണേ. ഈ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് തീയുടെ പേരൻസ് നോയ് തയ്യാറാക്കിയ ഫുഡ് കഴിക്കുന്നതായിട്ടാണ്. അവർക്കാണെങ്കിൽ ആ ഫുഡ് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അത് നോയാണ് തയ്യാറാക്കിയതെന്ന് അവർക്ക് അറിയത്തില്ല. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ നോയാണ് കാണിക്കുന്നത്. നോയ് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയുടെ അഭിപ്രായത്തിൽ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുമെന്നാണോ അതോ കിട്ടത്തില്ലെന്നാണോ അമ്മ എന്തായാലും പറയുന്നത്. അപ്പോൾ അമ്മ ചോദിക്കുന്നു, ഞാൻ കള്ളം പറയണോ അതോ സത്യം പറയണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, സത്യം പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ അമ്മ പറയുന്നു, എന്തായാലും നീ വിചാരിച്ചാൽ നിന്നെ കൊണ്ട് പറ്റുമെന്ന്. അമ്മ പോയതിന് ശേഷം നോയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ച് നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നോയ് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതും അതുപോലെ റാനും പാമും ഉള്ള അതേ ട്യൂഷൻ സ്ഥലത്ത് പോയി തന്നെ ഇരുന്ന് പഠിക്കുന്നതായിട്ടൊക്കെയാണ്. ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ നടന്നു പോകുന്ന ഇടയ്ക്ക് തീയാണെങ്കിൽ നോയെ തന്നെ നോക്കുന്നു. ഇങ്ങനെ ഒരുപാട് നേരം നോക്കുന്നത് കണ്ടിട്ട് നോയ് അവനോട് ചോദിക്കുന്നു, അല്ല നീ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന്. അപ്പോൾ അവൻ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് എണീച്ചിട്ട് അവൻ പറയാണ്, അത് പിന്നെ മറ്റൊന്നും ഇല്ലതാ, ഇവിടുത്തെ വ്യൂ എന്ത് നല്ല വ്യൂ ആണെന്ന്. അങ്ങനെ അവനാണെങ്കിൽ പറയുന്നു, അത് ശരിയാ, ഞാൻ നിൻ്റെ കൂടെ ഉള്ള സമയത്ത് ഏത് സ്ഥലമായാലും നിനക്കത് സ്പെഷ്യൽ ആയിരിക്കുമല്ലേ എന്ന്. തീ എന്തോ ചിന്തിച്ചുകൊണ്ട് നിന്ന സമയമായതുകൊണ്ട് അവനാണെങ്കിൽ ശരി തന്നെയായെന്ന് പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അവൻ ഓർക്കുന്നത് അവനിപ്പോൾ എന്തോന്ന് പറഞ്ഞതെന്ന്. അങ്ങനെ അവൻ പെട്ടെന്ന് അവനോട് പറയുന്നു, അയ്യോ അങ്ങനെയൊന്നും അല്ലെന്ന്. അപ്പം നോയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയണ്, എനിക്കറിയാം നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ നിനക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയില്ലെന്നും എനിക്കറിയാമെന്ന്. അങ്ങനെ അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ അവിടേക്ക് വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഫായു ആണ്. ഫായുവിനെ കണ്ടുടനെ പതിവ് പോലെ നോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവിടെ നിന്ന് അവർ 3 പേരും പോകുന്നത് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ചെന്നിട്ട് അവർ 2 പേരും കൂടെ മാച്ച് കളിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. നോയ് ഫായുവിനോട് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് തീ അവനോട് പറയുന്നു, നിൻ്റെ സീനിയറാണ്, അതുകൊണ്ട് നീ നല്ലതുപോലെ സംസാരിക്കണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞതിന് ശേഷം ഫായു പറയണ്, ഈ ഗെയിമിൽ ആരാണോ വിൻ ചെയ്യുന്നത് അയാളായിരിക്കും ഇന്ന് തീയെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതെന്ന്. ഇത് കേട്ടിട്ട് നോയ് പറയുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവനെ എന്നും ഡ്രോപ്പ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഞാൻ തന്നെ ഇന്നും ഡ്രോപ്പ് ചെയ്തോളാം, അല്ലെങ്കിൽ നീ അവനോട് ചോദിച്ചു നോക്കുന്നത്. അങ്ങനെ തീയോട് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നു, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാമെന്ന്. ഇത് കേട്ടിട്ട് നോയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അതിനുശേഷം 2 പേരും കളിക്കുകയാണ്. നോയ് ആണെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ആ കളി തുടങ്ങുന്ന സമയത്ത് തന്നെ അവൻ തോറ്റു പോകുന്നു. പക്ഷേ ഫായു ആണെങ്കിൽ നല്ലതുപോലെ ആ ഗെയിം കളിച്ച് വിൻ ചെയ്യുന്നുണ്ട്. ഫായു ഗെയിമിൽ ജയിച്ചത് കൊണ്ട് അവനാണെങ്കിൽ തീയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. നോയ്ക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. അടുത്ത സീനിൽ നോയ് ആണെങ്കിൽ തീയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തത് കൊണ്ട് നോയ് അവനെ കോൾ ചെയ്യുന്നുണ്ട്. തീ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നോയ് ചോദിക്കുന്നു, നിനക്കിപ്പോൾ എത്ര മണിയായെന്ന് അറിയാമോ എന്ന്. അപ്പോൾ തീ പറയുന്നു, നീ കുറച്ച് പതുക്കെ സംസാരിക്കും, ഞാൻ മൂവി കാണുകയാണെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ ചോദിക്കുന്നു, നീ അവൻ്റെ കൂടെ മൂവി കാണാൻ പോയോ,
നീ ആരോട് ചോദിച്ചിട്ട് പോയി? 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് നോയ് അപ്പോൾ തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നോയിനെ കാണാനായിട്ട് തീ അവിടെ എത്തിയതുപോലെയാണ് കാണിക്കുന്നത്. അവൻ വന്നു നോക്കുന്ന സമയത്ത് നോയ് ഉറങ്ങി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ നോയുടെ അടുത്തേക്ക് ചെന്നിരുന്ന് അവ ഉറങ്ങുന്നത് തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം നോയ് ഉണർന്നിരിക്കുന്നതും തീ കിടന്നുറങ്ങുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. തീ കിടന്നുറങ്ങുന്നത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആ കാര്യം നോയ് പറയുന്നുമുണ്ട്. അതും ഇവൻ കിടന്നുറങ്ങുന്നത് വായൊക്കെ തുറന്ന് കൂർക്കം വലിച്ചാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നോഹിയോടൊപ്പം ഇരുന്ന് നോയ് പഠിക്കുന്നതായിട്ടാണ്. അവൻ വീട്ടിലിരുന്ന് മാത്രമല്ല കിട്ടുന്ന സമയത്ത് എല്ലാം ഇരുന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അവൻ്റെ ഗ്യാങ്ങിലുള്ള ഒരു ചെറുക്കൻ വന്നിട്ട് അവന് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, ഞാനിപ്പോൾ നിങ്ങളുടെ ഗ്യാങ്ങിലെ ലീഡറൊന്നും അല്ല, അതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷേ എന്നാലും അവർ ഗ്യാങ് ലീഡർ എന്നുള്ള നിലയിലല്ല അവന് കൊണ്ടുവന്ന് ജ്യൂസൊന്നും കൊടുക്കുന്നത്, അവരൊരു ഫ്രണ്ട് എന്നുള്ള നിലയിലാണ്. അങ്ങനെ അവനാണെങ്കിൽ ആ ജ്യൂസ് വാങ്ങി കുടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ഓർക്കുന്നത് ഓമിനെയാണ്. ഓം അവിടെ വന്ന് നിന്ന് അവനോട് സംസാരിക്കുന്ന രീതിയിലാണ് അവൻ ചിന്തിക്കുന്നത്. പക്ഷേ അത് ഓമല്ലായിരുന്നു, ആ ആദ്യം കൊണ്ടുവന്ന് ജ്യൂസ് കൊടുത്ത ആ ചെറുക്കൻ തന്നെയായിരുന്നു. ഓമിനെ ഓർക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന് എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഓമെന്നും അവനെ എത്രത്തോളം മിസ് ചെയ്യുന്നു എന്നതുമാണ്. അതിനുശേഷം നോയി ആണെങ്കിൽ തീയുടെ ഫ്രണ്ട്സിന് ഫുഡ് തയ്യാറാക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. ക്യാമ്പ് സമയത്ത് ഉണ്ടാക്കി കൊടുത്ത ഫുഡ് പോലെയൊന്നും അല്ലായിരുന്നു ഇത് നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ടീന പറയാണ്, ആരെങ്കിലും ഒരാൾ എനിക്ക് എല്ലാ ദിവസവും ഇതുപോലത്തെ ഫുഡ് ഉണ്ടാക്കി തരാൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ടീന പറയുന്നത് കേട്ടിട്ട് ഡെയ്സി പറയുന്നു, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ഗ്യാസ് ടാങ്ക് എനിക്ക് വാങ്ങിച്ചതാ, അപ്പം ഞാൻ എല്ലാ ദിവസവും നിനക്ക് ഫ്രീ ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാമെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് അവരെല്ലാവരും ഇവരെ നോക്കി ഒരുമാതിരി ചിരിക്കുന്നുണ്ട്. ഇവർക്കിടയിൽ എന്താണോ എന്തോ നടക്കുന്നത്, അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ അറിയാമായിരിക്കും. അതിനുശേഷം നോയും തീയും കൂടെ മാർക്കറ്റിലൂടെ നടക്കുന്ന സമയത്ത് ബാസിനെ അവൻ്റെ ഗ്യാങ്ങിനെയും കാണുന്നുണ്ട്. സാധാരണയായിട്ട് നോയി ബാസിൻ്റെ ഗ്യാങ്ങിനെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ഫൈറ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ തീയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അതുപോലെ ബാസും അവൻ്റെ പിന്നാലെ പോയി വഴക്കിനായിട്ടൊന്നും നിൽക്കുന്നില്ല. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം നോയുടെ ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുണ്ടെന്ന്. പിന്നെ കാണിക്കുന്ന സമയത്ത് നോയും തീയും ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പം നോയി അവനോട് ചോദിക്കുകയാണ്, നിനക്ക് പോകാനുള്ള സമയമായില്ലേ, ഇനി നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമേ കാണുകയുള്ളല്ലേ എന്ന്. അപ്പം അവൻ പറയുന്നു, എനിക്ക് അവധി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇവിടേക്ക് തിരിച്ചു വരുമെന്ന്. അപ്പം നോയി ചോദിക്കുന്നു, അതിന് അവധിക്കൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ, ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് ഒരുപാട് താമസിച്ചല്ലേ തീരുവോളെന്ന്. അപ്പം അവൻ പറയും, അത്രയ്ക്ക് നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ എന്നെ കോൾ ചെയ്താൽ മതിയെന്ന്. അപ്പം അവൻ പറയുന്നു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, പിന്നെ എനിക്ക് ട്യൂഷൻ ആരെടുത്ത് തരുമെന്ന്. അപ്പം അവൻ പറയുന്നു, അതിനും വഴിയുണ്ട്, നമുക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കാമെന്ന്. അപ്പം അവൻ പറയുന്നു, ഓൺലൈനായിട്ടോ, അത് നടക്കുമോ എന്ന്. അപ്പം തീ പറയുന്നു, അതൊക്കെ അതിൻ്റേതായ രീതിയിൽ അങ്ങ് നടക്കും, പിന്നെ നീ എനിക്ക് ട്യൂഷനായിട്ട് ഓരോ മണിക്കൂർ 1000 രൂപ വെച്ച് തരേണ്ടി വരുമെന്ന്. അപ്പം അവൻ ചോദിക്കുന്നു, ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കുന്നത് ഇത്രയ്ക്കും എക്സ്പെൻസീവ് ആണോ എന്ന്. അത് കേട്ടിട്ട് തീ പറയുന്നു, അത് മറ്റൊന്നും കൊണ്ടല്ല, നിനക്ക് എന്നെ കാണണ്ടേ, അതിനായിട്ടുള്ള എക്സ്ട്രാ ഫീസാണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതിനായിട്ടുള്ളതാണോ, എന്നാൽ നിനക്ക് ഞാൻ എത്ര ഫീസ് വേണോ എക്സ്ട്രാ ആയിട്ട് തരാം, കാരണം ഞാൻ അത്രത്തോളം നിന്നെ മിസ് ചെയ്യുമെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ തീയുടെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് ചോദിക്കുന്നു, നമുക്ക് കൈ കോർത്തിരുന്നാലോ എന്ന്. അത് കേട്ടുടനെ തീയാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് കൈ കോർത്തിരിക്കുകയാണ്. അതിനുശേഷം നോയി ചോദിക്കുന്നു, നമുക്ക് കിസ് ചെയ്താലോ എന്ന്. അങ്ങനെ രണ്ടുപേരും കിസ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് തീയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. കോൾ ചെയ്തത് മറ്റാരുമല്ല, അവൻ്റെ അമ്മയായിരുന്നു. അപ്പം അമ്മയാണെന്ന് അറിയുമ്പോഴത്തേക്കും നോയി പറയുന്നു, അമ്മയെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ നീ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നത്. എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് നോയി അവിടെ നിന്ന് മാറിപ്പോയി നിൽക്കുന്നുമുണ്ട്. സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് തീയാണെങ്കിൽ നോയോട് വന്ന് പറയുന്നു, ഞാൻ നാളെ രാവിലെ പോകുമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ശരി, പിന്നെ എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്, മറ്റൊന്നിനുമല്ല, നീ എനിക്ക് ലവ് സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു തന്നതിന്, അതുപോലെ നീ പാമ്പിൻ്റെ റോഡ് നല്ലതുപോലെ ആക്ട് ചെയ്തെന്നും പറയുന്നു. എന്നിട്ട് അവൻ പറയണേ, ഞാൻ റിയൽ പാമ്പിനെ വീണ്ടും ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണെന്ന്. നോയ് പറയുന്നത് കേട്ടിട്ട് തീയുടെ മുഖഭാവം പെട്ടെന്ന് മാറുന്നുണ്ട്. അതുപോലെ എന്തുകൊണ്ടാണ് നോയ് ഇങ്ങനെ പറഞ്ഞതെന്നും അറിയത്തില്ല, അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ അറിയാമായിരിക്കും. ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ തീയെ യാത്ര അയക്കാനായിട്ട് അവരെല്ലാവരും നിൽക്കുകയാണ്. തീയാണെങ്കിൽ ആ സമയത്ത് അവിടെ എല്ലാം നോയെ നോക്കുന്നുണ്ട്, പക്ഷെ നോയ് അവിടെ വന്നിട്ടില്ലായിരുന്നു. പിന്നീടാണ് കാണിക്കുന്നത് നോയ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവനാണെങ്കിൽ തീയുടെ മുമ്പിലേക്ക് പോകാതിരുന്നതാണ്.
അവനാണെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ കണ്ടുമുട്ടിയത് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. തീയാണെങ്കിൽ അവൻ്റെ നാട്ടിലെത്തിയതിന് ശേഷം എവിടെ പോയാലും അവൻ്റെ കൂടെയെല്ലാം നോയ് ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ് അവന്. പക്ഷേ എന്നാലും അവനാണെങ്കിൽ നോയെ മറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, അവൻ വീണ്ടും പാമ്പിനെ ഫ്ലേർട്ട് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ഇതിനൊക്കെ ശേഷം ഒരു ദിവസം നോയെ ഡെയ്സി കാണുന്നുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, നോയ് നീ ഇങ്ങനെ ഇരിക്കല്ലേ, നീ പഴയ നോയായിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വാ. നീ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഓമിനോട് പോയി സംസാരിക്കണം. രണ്ടാമത്തെ കാര്യം, നീ നിൻ്റെ ഹാർട്ടിനെ ഫോളോ ചെയ്ത് പോകണം എന്നാണ്. ഇവിടെ ഹാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് തീയെ ആയിരിക്കാം. ഡെയ്സി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് നോയി ആണെങ്കിൽ ഓമിനോട് പോയി സംസാരിക്കുന്നുണ്ട്. ആദ്യം രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഓമാണെങ്കിൽ അവനോട് ചോദിക്കുന്നു, ഓ നീ എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയി ഫൈറ്റ് ചെയ്തല്ലേ എന്ന്. അപ്പം ഇത് കേട്ടിട്ട് നോയ് പറയുന്നു, നാളെ ഒരു ഫൈറ്റ് ഉണ്ട്, നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് പോകാമെന്ന്. ഇത് കേട്ടിട്ട് ഓം ചോദിക്കുന്നു, അതിന് ഞാൻ എന്തിനു വരണമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെല്ലാവരും ബാത്പൂ ഗ്യാങ്ങിലുള്ളവരല്ലേ എന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞ് രണ്ടുപേരും പിണക്കമൊക്കെ മാറ്റുന്നുണ്ട്. ഇത് കണ്ട് നിൽക്കുന്ന ഡെയ്സിക്കും അവരുടെ മറ്റു ഫ്രണ്ട്സിനും നല്ല സന്തോഷമാകുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തത് ഫൈനൽ പാർട്ടാണ്. എല്ലാവരും മറക്കാതെ കണ്ടേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.